എഴുത്തിനൊപ്പം കലാസാംസ്കാരിക രംഗത്ത് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയാണ് തിരുവനന്തപുരം പെരുകാവ് സ്വദേശിനിയായ ആശാ കിഷോർ. ഒട്ടേറെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ആശാ കിഷോറിന്റെ ഒടുവിലിറങ്ങിയ കവിതാസമാഹാരമാണ് മൺകട്ടകളുടെ വികൃതി. സർവകലാ വല്ലഭിയാണ് തിരുവനന്തപുരം സ്വദേശിയായ ആശാ കിഷോർ. കവിത, ചെറുകഥ രചനയിലൂടെ എഴുത്തിന്റെ ലോകത്തെത്തിയ ആശാ കിഷോർ ഇന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ച മേഖലകൾ നിരവധിയാണ്. ഫാബ്രിക്, അക്രിലിക്, ഗ്ലാസ്, മ്യൂറൽ, സാരി പെയിന്റിംഗ്, ഹാൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ, സ്കൂൾ എക്സിബിഷൻ, മോഡൽ വർക്കുകൾ, ഇങ്ങനെ ആശ കൈവച്ച മേഖലകളിലെല്ലാം തിളങ്ങി. ഇനി ഒരു കഥ സമാഹാരം ഇറക്കണമെന്നുണ്ട്. അത് മെയിലങ്ങ് ഇറക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് കൂടുതലും. കാരണം അച്ഛൻ്റെ നാടിന് വീട് നെയ്യാറ്റിൻകരയാണ്. അച്ഛൻ്റെ കുടുംബ വീട് നെയ്യാറ്റിൻകരയാണ്. അപ്പൂപ്പൻ നല്ലപോലെ പാടുമായിരുന്നു, നാടൻ പാട്ടുകളൊക്കെ പാടും. അപ്പൊ അപ്പൂപ്പന്റെ ആ പാട്ടും ശൈലി പ്രാസം ഒപ്പിച്ചൊക്കെ പാടുന്നത് കേൾക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ പുഴയും ഈ വയലും ഒക്കെ കണ്ട് അവധിക്കൊക്കെ ഞങ്ങൾ ഈ നാട്ടിൽ വരും, നെയ്യാറ്റിൻകര വരും. ഞങ്ങള് കാട്ടാക്കടയായിരുന്നു താമസം. ഇവിടെ വന്നിട്ട് അപ്പൊ എല്ലാവരും അപ്പച്ചിയുടെ മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങള് കുളിക്കാനൊക്കെ പോകുമ്പോ ഇവിടെ പുഴയൊക്കെ പോയി മീനൊക്കെ പിടിച്ച് അവിടെ കായൊക്കെ പൊട്ടിച്ച് കളിച്ചപ്പോ എനിക്ക് ആ പ്രകൃതിയോട് വലിയ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു എഴുത്തിന്റെ ഒരു പ്രകൃതി സ്നേഹവും പിന്നെ എഴുത്തിന്റെ പാതയിലോട്ടൊക്കെ വന്നെന്ന് അങ്ങനെ തന്നെ പറയാം. ഒട്ടേറെ പുരസ്കാരങ്ങളും ആശാ കിഷോറിനെ തേടിയെത്തിയിട്ടുണ്ട്. മലയാള സാഹിത്യ സമിതിയുടെ ആദരം, കാവ്യോപഹാര പുരസ്കാരം, കലാനിധി സംസ്കാര സമിതിയുടെ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങളാണ് ഇതിനോടകം ആശാ കിഷോർ സ്വന്തമാക്കിയത്. 2017 മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയിരുന്നു. സാഹിത്യ ലോകത്തും കലാരംഗത്തും കൂടുതൽ മികവാർന്ന സംഭാവനകൾ നൽകാനുള്ള ശ്രമത്തിലാണ് ഈ കലാകാരി. ECB ന്യൂസ്, തിരുവനന്തപുരം.